ജപ്പാനിലൂടെയുള്ള യാത്രാമധ്യേ ഞങ്ങൾ ഹിരോഷിമയിലാണ് ഇന്നലെ രാത്രി വന്ന് താമസിച്ചത്. ഇന്നിപ്പോൾ ഹിരോഷിമ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന മിയാജിമ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽ തീരത്ത് ചെന്ന് ഒരു ഫെറി കയറി വേണം അങ്ങോട്ട് പോകാൻ. മിയാജിമ ദ്വീപ് വളരെ രസകരമായ ആചാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഒരു ദ്വീപാണ്. ഷിൻഡോ മതക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണത്. അതോടൊപ്പം ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. നമ്മുടെ ഗൈഡ് ടാക്സൺ ബസിൽ മുന്നിൽ തന്നെയുണ്ട്. മിയാജിമ ഫെറി ബിൽഡിങ്ങിനടുത്തുള്ള പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. എല്ലാവരും ഇറങ്ങി. ഇവിടെ നിന്നിനി 2-3 മിനിറ്റ് നടക്കണം. പാർക്കിംഗ് എപ്പോഴും ഈ വിധം ഫെറിയിൽ നിന്ന് കുറച്ചകലെയായിരിക്കും. ഫെറി ബിൽഡിങ്ങും അതിനടുത്ത് ഫെറി ബോട്ടുകളും കാണാം. ഫെറി ഷിപ്പ് എന്നാണ് ഇവർ പറയുന്നത്. ഫെറി ബിൽഡിംഗ് അതിഗംഭീരമാണ്. വലിയൊരു മാള് പോലെയുണ്ട്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസവും വരുന്ന സ്ഥലമാണ്. നാട്ടുകാർ അധികമുണ്ടാവില്ല. ഭക്തരോ തീർത്ഥാടകരോ ആയി കുറച്ചു പേർ പോയെങ്കിലായി. ഏറ്റവും കൂടുതലായി വരുന്നത് ടൂറിസ്റ്റുകളാണ്. നേരം 9:25 ആയിരിക്കുന്നു. 9:30 പുറപ്പെടുന്ന ഫെറിയിലേക്ക് ഞങ്ങൾ നടന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഫെറി റെഡിയായി കിടപ്പുണ്ട്. അതിന്റെ താഴത്തെ നിലകളിലേക്ക് വാഹനങ്ങൾ കയറുന്നു. ധാരാളം ടൂറിസ്റ്റുകളുമുണ്ട്. 900ഓളം ആളുകൾക്ക് കയറാവുന്ന ഫെറിയാണ്. 2 നിലകളിലായിട്ടിരിക്കാം. ഏറ്റവും താഴത്തെ നില വാഹനങ്ങൾക്കുള്ളതാണെങ്കിൽ അതിനു മുകളിലെ 2 നില പാസഞ്ചേഴ്സിനുള്ളതാണ്. നനൌറ മാരു എന്നാണ് ഫെറിയുടെ പേര്. റോ പാസഞ്ചർ ഷിപ്പ് ഗണത്തിലുള്ളതാണിത്. പണ്ടുകാലം മുതലേ ജപ്പാൻകാർ തങ്ങളുടെ മീൻപിടുത്ത വള്ളങ്ങൾക്കിട്ടിരുന്ന ഒരു പേരാണ് നനൌറ മാരു എന്നത്. നനൌറ മാരുവിലേക്ക് ഞങ്ങൾ ചെന്നു കയറി. നനൌറ മാരു എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം 7 ഉൾക്കടലുകളുടെ കപ്പൽ എന്നാണ്. 2016 നിർമ്മിച്ച ഫെറിയാണിത്. പാസഞ്ചേഴ്സിനായി 2 നിലകളുണ്ട്. എവിടെ വേണമെങ്കിലും പോയിരിക്കാം. ടിക്കറ്റ് എടുത്തവരെ മാത്രമേ ഇങ്ങ് കയറ്റിവിടുന്നുള്ളൂ. പുറകിൽ വണ്ടിയൊക്കെ കയറി വന്ന ഭാഗം ഉയർന്നു. ഫെറി മിയാജിമ ദ്വീപിലേക്ക് പുറപ്പെടുകയാണ്. നമ്മൾ ഫെറിയിൽ കയറിയ സ്ഥലം മിയാജിമ ഗുച്ചി എന്നാണ് അറിയപ്പെടുന്നത്. അകത്ത് എയർ കണ്ടീഷൻഡ് ഹാളുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾക്കും പുറത്തിരിക്കാനാണ് ഇഷ്ടം. പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാം. 3-4 ഫെറികളുണ്ട്. അത് 2 കരയിൽ നിന്നും 10 മിനിറ്റ് ഇടവിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അക്കരെ ഇക്കരെ കടക്കാൻ അധിക നേരം കാത്തു നിൽക്കേണ്ടതില്ല. രാവിലെ 9 മണി മുതൽ 4 മണി വരെ 10 മിനിറ്റ് ഇടവിട്ട് ഫെറിയുണ്ട്. പിന്നെ അത് മണിക്കൂറിൽ 4 എണ്ണമായി ചുരുങ്ങും. രാത്രിയാകുമ്പോൾ 3 എണ്ണമോ 2 എണ്ണമോ ആകും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ഇവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പ്ലാറ്റ്ഫോം പോലുള്ള ചിലത് കാണാം. ഓയിസ്റ്റർ ഫാമിംഗ് നടക്കുന്ന ഇടമാണ്. യുബിക്വിറ്റസ് ഓയിസ്റ്ററാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഭക്ഷണത്തിനു വേണ്ടിയാണ് ഇവിടെ വളർത്തുന്ന ഓയിസ്റ്ററുകൾ അഥവാ മുത്തുച്ചിപ്പികൾ ഉപയോഗിക്കുന്നത്. പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന കയറുകളിലാണ് അവ വളരുക. മിയാജിമ ദ്വീപിനും മെയിൻലാൻഡിനും ഇടയിലുള്ള കടലിടുക്ക് മുഴുവൻ ഈ കൃഷി നടക്കുന്നുണ്ട്. റാഫ്റ്റ് മെത്തേഡ് എന്നാണ് ചങ്ങാടം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന ഓയിസ്റ്റർ ഫാമിംഗ് അറിയപ്പെടുന്നത്. ജപ്പാനിൽ ഏറ്റവും അധികം ഓയിസ്റ്റർ കൃഷി നടക്കുന്നത് ഹിരോഷിമ മേഖലയിലാണ്. 1 നൂറ്റാണ്ട് മുൻപ് തന്നെ മിയാജിമ ദ്വീപുകാരുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു ഓയിസ്റ്റർ ഫാമിംഗ്. നേരെ മുന്നിൽ കാണുന്നതാണ് മിയാജിമ ദ്വീപ്. സാമാന്യം വലിയ ദ്വീപാണ്. ഇറ്റ്സുകുഷിമ എന്നാണ് ദ്വീപിന്റെ യഥാർത്ഥ പേര്. മെയിൻലാൻഡിൽ നിന്ന് ദ്വീപിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. ഫെറിയിൽ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. മിയാജിമ ദ്വീപിന്റെ 95% വനങ്ങൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളാണ്. ജനവാസം ഈ മുന്നിൽ കാണുന്ന തീരപ്രദേശത്ത് മാത്രമേയുള്ളൂ. 2000 ആളുകളാണ് ദ്വീപിൽ വസിക്കുന്നത്. ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. മുന്നിൽ വെള്ളത്തിൽ ഒരു ടോറി ഗേറ്റ് കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. ആ ഗേറ്റിന്റെ സമീപത്താണ് ക്ഷേത്രം. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷേ ഫെറി എടുക്കുന്നത് മറ്റൊരു ഭാഗത്താണ്. ദ്വീപിൽ പട്ടണങ്ങളൊന്നുമില്ല. ഒരു ചെറിയ ഗ്രാമം എന്ന് പറയാം.
ഫെറി ടെർമിനലിനോട് അടുത്തു. ടെക്നോളജിയുടെ അങ്ങേയറ്റത്തെ നാടാണ് ജപ്പാനെങ്കിലും ഇവിടെ ഫെറി അടുപ്പിക്കുന്നിടത്തിട്ടിരിക്കുന്നത് പഴഞ്ചൻ ടയറുകൾ നിരത്തിക്കെട്ടിയാണ്. അല്ലാതെ ആധുനികമായ സംവിധാനങ്ങളൊന്നുമല്ല. എയർ കണ്ടീഷൻ മുറിക്കകത്തിരുന്നവരൊക്കെ പുറത്തിറങ്ങി. ചിലവ് കുറഞ്ഞ ഏറ്റവും പ്രായോഗികമായ വിദ്യ ഇതായതിനാലാവാം ഇവർ പഴഞ്ചൻ ടയർ ഉപയോഗിക്കുന്നത്. തീരത്തെടുത്ത ഫെറിയിൽ നിന്നിറങ്ങി ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പല നിലകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഈ ഫെറി സർവീസ് വളരെ സൗകര്യപ്രദമാണ്. ഓരോ 10 മിനിറ്റ് ഇടവിട്ട് കൃത്യസമയത്ത് ഫെറി പുറപ്പെടും. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ടൂറിസ്റ്റ് സീസണിൽ ഓരോ ദിവസവും 10,000 മുതൽ 12,000 വരെ ആളുകൾ ഈ ദ്വീപ് സന്ദർശിക്കുന്നുണ്ട്. 2024-ൽ 35 ലക്ഷം ടൂറിസ്റ്റുകൾ ഈ ദ്വീപിലെത്തി എന്നാണ് കണക്ക്. 120 വർഷമായി ഈ ദ്വീപിലേക്ക് ഫെറി സർവീസ് നടക്കുന്നുണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം. 1903-ലാണ് ഇവിടേക്ക് പതിവായുള്ള ഫെറി സർവീസ് തുടങ്ങിയത്. ഞങ്ങൾ ഫെറി ബിൽഡിങ്ങിന് പുറത്തെത്തി. ഒരു ചെറിയ ഗ്രാമം, അത്രയേയുള്ളൂ. ഈ തീരഭാഗത്താണ് ജനങ്ങൾ വസിക്കുന്നതും ടൂറിസ്റ്റുകൾക്കുള്ള ഫെസിലിറ്റികൾ ഒരുക്കിയിരിക്കുന്നതുമെല്ലാം. ടൂറിസവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് ദ്വീപിലെ ജനങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും ഉപജീവന മാർഗം. നമുക്ക് ഇവിടെ നിന്ന് പല വഴിക്ക് പോകാം. മിയാജിമ അക്വേറിയമുണ്ട്. ഒരു റോപ്പ് വേ ഉണ്ട്. മലമുകളിലും കടൽ തീരത്തുമായി കുറെ ക്ഷേത്രങ്ങളുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകതരം സാങ്കേതിക വിദ്യ. കുസൃതിക്കാരായ പട്ടിക്കുട്ടന്മാരുണ്ട് ഇവിടെ. തെരുവുകളൊക്കെ വളരെ മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്നു. റിക്ഷാക്കാരുണ്ടിവിടെ. മല്ലന്മാരെ പോലെയാണ് ചിലർ. മസിലൊക്കെ പെരുപ്പിച്ചങ്ങനെ നിൽക്കുന്നു. പല സംഘങ്ങളായി ടൂറിസ്റ്റുകൾ നീങ്ങുന്നു. ഇവിടെ ഇറ്റ്സുകുഷിമ ഷ്രൈൻ എന്നൊരു ദേവാലയമുണ്ട്. മിയാജിമ ഷ്രൈൻ എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. അതാണ് മിയാജിമ ദ്വീപിലെ തന്നെ ഏറ്റവും പ്രധാന കാഴ്ച. അതൊരു ഷിൻഡോ ഷ്രൈനാണ്. പണ്ടുകാലം മുതൽ ഷിൻഡോ മതക്കാരുടെ പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു മിയാജിമ ദ്വീപ്. AD 593-ലാണ് മിയാജിമയിൽ ഒരു ക്ഷേത്ര സമുച്ചയമുണ്ടാകുന്നത്. അതിനു മുൻപ് ഷിൻഡോ മതക്കാർ അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ചെറിയൊരു കോവിൽ ഇവിടെയുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിറങ്ങിയ ഫെറി ടെർമിനൽ അങ്ങേയറ്റത്ത് കാണാം. മറുകരയിൽ ജപ്പാന്റെ മെയിൻലാൻഡ്. അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഹിരോഷിമയിലെത്തും. ഉൾക്കടലിൽ ദ്വീപ്. ഒരു ഭാഗത്ത് ടോറി ഗേറ്റ്. ടോറികൾ ദ്വീപിൽ പലയിടത്തുമുണ്ട്. ടോറി ഗേറ്റ് പരമ്പരാഗതമായി ജപ്പാനിൽ വിശുദ്ധ കവാടമായി കരുതപ്പെടുന്നു. ഷിൻഡോ മതക്കാരാണ് ഇത് പ്രധാനമായും സ്ഥാപിക്കുന്നതെങ്കിലും ജപ്പാനിലെ ചില ബുദ്ധമത കേന്ദ്രങ്ങളിലും അത്തരം ഗേറ്റുകളുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരാൾ ആ കവാടം കടക്കുന്നതോടെ ലൗകിക ജീവിതത്തിൽ നിന്നും ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് വിശ്വാസം. നടന്ന് ഞങ്ങൾ ഇവിടെ കാണാൻ ഉദ്ദേശിച്ച ടോറി ഗേറ്റിന് സമീപത്തേക്കെത്തി. ഇതാണ് മിയാജിമയുടെ ഐക്കൺ തന്നെ. ആ ഗേറ്റ് കാണാനും അതിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാനുമാണ് ടൂറിസ്റ്റുകൾ പ്രധാനമായും ഇവിടേക്ക് വരുന്നത്. വനം നിറഞ്ഞ, മലകൾ നിറഞ്ഞ ദ്വീപിന്റെ തീരത്ത് ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ കവാടം പോലെ ഒരു ടോറി ഗേറ്റ്. 1400 വർഷം മുൻപ് മുതൽ ആ സ്ഥലത്ത് ടോറി ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ ആ കാണുന്ന ഗേറ്റ് 1875-ൽ നിർമ്മിച്ചതാണ്. ഈ ഗേറ്റ് കടന്നാൽ പരിപാവനമായ സ്ഥലത്തേക്കെത്തുന്നു എന്നതാണ് വിശ്വാസം. പണ്ട് ചെറുവള്ളങ്ങളിലൊക്കെയാണല്ലോ മറുകരയിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. അവർ ഗേറ്റിലൂടെ കടന്ന് ദ്വീപിന്റെ തീരത്തേക്കെത്തും. വേലിയിറക്ക സമയത്ത് ഗേറ്റിന് ചുവട്ടിൽ വെള്ളമുണ്ടാവില്ല. അപ്പോൾ നടന്ന് അതിന്റെ ചുവട്ടിൽ വരെ പോകാം. ടോറി ഗേറ്റിലൂടെ കടക്കുന്നത് തന്നെ പുണ്യപ്രവൃത്തിയായാണ് ഷിൻഡോ മതക്കാർ കാണുന്നത്. ടൂറിസ്റ്റുകൾക്ക് പക്ഷേ അതൊരു കാഴ്ചവസ്തു മാത്രമാണ്. അങ്ങനെ നടക്കുമ്പോൾ അങ്ങകലെ കാണുന്നതാണ് മിയാജിമ ഷ്രൈൻ. തൂണുകളിൽ ഉയർത്തി നിർമ്മിച്ച കുറെ കെട്ടിടങ്ങൾ. ആ ഷ്രൈനിന്റെ പടിപ്പുരയാണ് നേരത്തെ കണ്ടത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ക്ഷേത്രത്തിനകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ആരാധനാസ്ഥലങ്ങളാണെങ്കിലും ജപ്പാനിൽ ചില ഷ്രൈനുകളിലൊക്കെ ടിക്കറ്റ് വേണം. ഞങ്ങൾക്കുള്ള ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ട്. ഗൈഡിനൊപ്പം വരുന്ന സംഘങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റുകൾ കിട്ടും. ഞാൻ ഷ്രൈനിന്റെ അകത്തേക്ക് കയറി. ഇറ്റ്സുകുഷിമ ഷ്രൈൻ. ജപ്പാന്റെ ആദ്യത്തെ ചക്രവർത്തിനിയും ഏറ്റവും കൂടുതൽ കാലം ജപ്പാനെ ഭരിച്ച സ്ത്രീയുമായ സുയിക്കോ ചക്രവർത്തിനിയുടെ കാലത്താണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലായിരുന്നു അത്. അങ്ങകലെ ഗേറ്റ്. വേലിയേറ്റ സമയത്ത് ഇവിടമെല്ലാം വെള്ളം കയറും. അതുകൊണ്ട് ഉയർത്തി നിർമ്മിച്ച പ്ലാറ്റ്ഫോമിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. വേലിയേറ്റ സമയത്ത് ക്ഷേത്രവും ടോറി ഗേറ്റുമെല്ലാം കടലിൽ പൊങ്ങി നിൽക്കുന്നത് പോലെയാണ് തോന്നുക. ക്ഷേത്രം സ്ഥാപിതമായ കാലം മുതലേ മിയാജിമ ദ്വീപ് പൂർണ്ണമായും ഒരു വിശുദ്ധ സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത്. ചില പ്രത്യേക വിശ്വാസങ്ങളും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രം ഇവിടെയുള്ളതിനാൽ ദ്വീപിൽ ജനനവും മരണവും നടക്കരുതെന്നാണ് ഒരു വിശ്വാസം. അത് രണ്ടും ദ്വീപിനെ അശുദ്ധമാക്കുമത്രേ. അതിനാൽ ഗർഭിണികളായ സ്ത്രീകൾ പ്രസവമെടുക്കുന്നതിന് 1 മാസം മുൻപ് തന്നെ ദ്വീപ് വിട്ടുപോകണം. വൃദ്ധർ, ഗുരുതരമായ രോഗമുള്ളവർ എന്നിവരെ മെയിൻലാൻഡിലേക്ക് മാറ്റുകയും ചെയ്യും. ഇന്നും ഇവർ തുടരുന്ന കാര്യങ്ങളാണിത്. ഇതാണ് ആ ഗേറ്റിൽ നിന്ന് നേരെയുള്ള എൻട്രൻസ്. ശരിക്കും ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഇവിടെയാണ് വന്ന് കയറേണ്ടത്. വെള്ളമില്ലാത്തപ്പോൾ അതിലൂടെ നടന്ന് കയറി വരാം. അപ്പുറത്തെ നഗരത്തിൽ നിന്നും ആളുകൾ പണ്ട് ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നത് ഈ ഗേറ്റ് കടന്നായിരുന്നു. പക്ഷേ വേലിയേറ്റ സമയത്ത് വെള്ളത്തിനടിയിലായി പോകുമ്പോൾ അതൊരു വിചിത്രമായ കാഴ്ചയാവും. വേലിയേറ്റ സമയത്ത് വള്ളത്തിൽ അതിലൂടെ കടന്നുവരാം. വേലിയിറക്ക സമയത്ത് അതിന്റെ അപ്പുറം വരെ കര തെളിഞ്ഞു നിൽക്കും. ആ ഗേറ്റിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാൻ വലിയ തിരക്കാണ്. ആളുകൾ അതിനാണ് ഈ ക്യൂ നിൽക്കുന്നത്. എവിടെയും തിക്കിത്തിരക്കാതെ ക്യൂ നിൽക്കണമെന്നത് ജപ്പാൻകാർ ലോകത്തിന് തന്നെ പറഞ്ഞുകൊടുക്കുന്ന കാര്യമാണല്ലോ. ഷ്രൈനിന്റെ അകമൊന്ന് കാണാൻ വേണ്ടി ഞാൻ നടന്നു. പരസ്യ ബോർഡുകളും അറിയിപ്പുകളും സംഘടനാ ബോർഡുകളും ഒന്നുമില്ലാത്ത ക്ഷേത്ര പരിസരം. അത് വൃത്തിയിലും ഭംഗിയിലും സൗന്ദര്യബോധത്തോടെയും സംരക്ഷിച്ചിരിക്കുന്നത് തന്നെ ഒരു കാഴ്ചയാണ്. ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുകയാണ്. സ്വസ്ഥമായ ജീവിതം നയിക്കാൻ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും ആ വിധം മനസ്സിനെ ശുദ്ധീകരിക്കാൻ ദേവാലയത്തിലെത്തിയുള്ള പ്രാർത്ഥന കൊണ്ട് കഴിയുമെന്നും വിശ്വസിക്കുന്നവരാണ് ഷിൻഡോ മതക്കാർ. ഷിൻഡോ മതത്തിന് സ്ഥാപകരില്ല. അത് ജപ്പാനിലെ ജനങ്ങളിൽ കാലാകാലമായി ഉരുത്തിരിഞ്ഞു വന്നതാണ്. ബൈബിളോ ഖുറാനോ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥവും ഷിൻഡോ മതത്തിനില്ല. കൃത്യമായ പൂജാവിധികളുമില്ല. ജപ്പാന്റെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് ഷിൻഡോ മതക്കാർ പൂജാകർമ്മങ്ങൾ നടത്തുക. വിശുദ്ധ ഗ്രന്ഥമില്ല എന്നതുകൊണ്ട് തന്നെ ഷിൻഡോ മതക്കാർ പൊതുവായി ആരാധിക്കുന്ന ദൈവവുമില്ല. പൂർവികരും പ്രകൃതിശക്തികളും ചില മൃഗങ്ങളുമൊക്കെ ഇവർക്ക് കാമി അഥവാ ദൈവമാണ്. ഞാൻ അവിടെ നിന്ന് വീണ്ടും നടന്നു. കടൽ തീരത്തെ മണൽപ്പരപ്പിന് മുകളിൽ തൂണിൽ നാട്ടി നിർത്തിയ പ്ലാറ്റ്ഫോമുകൾ വളഞ്ഞു പുളഞ്ഞങ്ങനെ പോകുന്നു. കുറെ സ്ഥലത്തുണ്ടത്. അങ്ങേയറ്റത്ത് ആ ഗേറ്റ് കാണുമ്പോഴാണ് ദിക്ക് പിടികിട്ടുന്നത്. വേലിയേറ്റ സമയത്ത് ഇതൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെന്ന് തോന്നും. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് വലിയ ചാക്കുകെട്ടുകൾ പോലെ എന്തോ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. കാര്യമെന്താണെന്നോ? ഇത് സാക്കയാണ്, അരിയിൽ നിന്നുമുണ്ടാക്കുന്ന മദ്യം. ഭക്തർ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച സാക്കയാണിത്. അത് ബാരലുകൾക്കകത്താക്കി ചാക്കുകൊണ്ട് പൊതിഞ്ഞുകെട്ടി പേരൊക്കെ എഴുതി ക്ഷേത്രത്തിൽ വഴിപാടായി നൽകിയിരിക്കുന്നു. ജാപ്പനീസ് റൈസ് വൈൻ എന്നാണ് സാക്കെ അറിയപ്പെടുന്നത്. ശരിക്കും ചാരായം തന്നെയാണത്. ജപ്പാൻകാർ പുരാതന കാലം മുതലേ ഉപയോഗിച്ചു വന്ന ലഹരിപാനീയം. ഷിൻഡോ മതക്കാരുടെ പൂജാദ്രവ്യങ്ങളിൽ സാക്കെയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട്. അവരുടെ മിക്ക ദൈവങ്ങളും ലഹരി ഇഷ്ടപ്പെടുന്നവരാണ്, നോൺ വെജിറ്റേറിയന്മാരും. ഞാൻ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. ഇവിടെ പല ഉപക്ഷേത്രങ്ങളും ചെറിയ കോവിലുകളുമൊക്കെയുണ്ട്. അതൊക്കെ പിന്നിട്ട് മിയാജിമ ഗ്രാമത്തിലൂടെ നടന്നു. മിയാജിമ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ്. 2000 ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമം. ഇന്ന് ടൂറിസം ഇല്ലെങ്കിൽ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. പണ്ട് മത്സ്യബന്ധനമായിരുന്നു ഗ്രാമക്കാരുടെ തൊഴിൽ.
ഹിരോഷിമ ഉൾക്കടലിലെ ദ്വീപാണിത്. ആദിമകാലത്ത് നൂറ്റാണ്ടുകളോളം സാധാരണക്കാർക്ക് പ്രവേശനമില്ലാതിരുന്ന ദ്വീപാണ് മിയാജിമ. ക്ഷേത്രപുരോഹിതന്മാരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും മാത്രമാണ് അക്കാലത്ത് ഇവിടെ വസിച്ചിരുന്നത്. 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ ഒരു ഗ്രാമം രൂപപ്പെട്ടത് തന്നെ. ദ്വീപിലെ ഫെസിലിറ്റികൾ സൂചിപ്പിക്കുന്ന കുറെ ചൂണ്ടുപലകകൾ. ഇവിടെ ഇപ്പോൾ കുറെ സ്ഥാപനങ്ങളുണ്ട്. ചെറിയൊരു ജനവാസ പ്രദേശമാണെങ്കിലും ഇവിടെ കുറെ ഷ്രൈനുകളും ചെറുക്ഷേത്രങ്ങളും കാണാം. എല്ലാം മതസംബന്ധമായ സ്ഥാപനങ്ങൾ തന്നെ. മുകളിലൊരു പൗല്യനും മറ്റുമുണ്ട്. അവിടേക്കൊക്കെ വേണമെങ്കിൽ കയറിപ്പോകാം. മരം കൊണ്ട് പണിത കുറെ കെട്ടിടങ്ങളെന്നല്ലാതെ അതിൽ വലിയ പുതുമയൊന്നുമില്ല. എങ്കിലും ജാപ്പനീസ് ആർക്കിടെക്ചർ പൂർണ്ണതയോടെ നിലനിർത്തുന്നു എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. ട്രഡീഷണൽ കെട്ടിടങ്ങളൊക്കെ മരം കൊണ്ടുള്ളതാണ്. അത് നവീകരിക്കുന്നതും പുനർനിർമ്മിക്കുന്നതുമൊക്കെ അതേ ശൈലിയിൽ തന്നെ. അല്ലാതെ കോൺക്രീറ്റ് കൊണ്ട് സൂത്രപ്പണി ചെയ്തേക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നില്ല. ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളുടെ വലിയ ക്യൂ ഇപ്പോഴുമുണ്ട്. പല ഗ്രൂപ്പുകളായി വന്ന ആളുകൾ. ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇത്രയും ആളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നല്ലോ. 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സംഘം ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ടോയ്ലറ്റ് പണിതിരിക്കുന്നത് പോലും വളരെ കലാപരമായിട്ടാണ്. കല്ലടുക്കി പണിത പുറത്തുനിന്ന് മതിൽ പോലെ തോന്നുന്ന ഒരു കെട്ടിടത്തിലാണ് ടോയ്ലറ്റ്. അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് തോന്നില്ല. ഇവിടെ വേറൊരു കൂട്ടർ റിക്ഷക്കാരാണ്. ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഈ റിക്ഷയിൽ പോകാം. രാജകീയമായാണ് റിക്ഷക്കാർ ഗസ്റ്റിനെ കൊണ്ടുപോകുന്നത്. മടിയിൽ ഒരു ചുവന്ന പുതപ്പൊക്കെ വിരിച്ചിരിക്കും. ഈ റിക്ഷ വലിക്കുമ്പോൾ റിക്ഷക്കാരന്റെ ശ്രദ്ധ ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതിലാവും. വലിക്കുന്നയാൾ പിടിവിട്ടാൽ റിക്ഷ പിറകിലേക്ക് മറിയും. അതുകൊണ്ട് റിക്ഷക്കാരൻ ചെയ്യേണ്ട പ്രധാന പണി റിക്ഷയെ ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നതാണ്. നേരത്തെ നാരായിൽ കണ്ടതുപോലെ ധാരാളം മാനുകളുണ്ട് ഇവിടെ. അവർ ടൂറിസ്റ്റുകളെ സമീപിക്കും. കയ്യിൽ തീറ്റയുണ്ടെന്ന് കണ്ടാൽ അവരെ വിടില്ല. തീറ്റ കിട്ടാതെ പിന്തിരിയുന്ന പ്രശ്നമില്ല. അവസാനം സായിപ്പ് കൈവശമുണ്ടായിരുന്ന തീറ്റ അവർക്ക് വീതിച്ചു നൽകുന്നു. ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത് തന്നെയാണ്. അതെല്ലാവർക്കും ഓരോന്നു കൊടുത്തു. സ്ത്രീകളും ഇവിടെ റിക്ഷ വലിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രത്യേക തൊപ്പിയൊക്കെ വെച്ച റിക്ഷക്കാരി. ഇവൾ ഒരു ഗൈഡും കൂടിയാണ്. വെറുതെ റിക്ഷ വലിച്ചുകൊണ്ട് പോവുകയല്ല. ഓരോ സ്ഥലത്തെയും കാഴ്ചകൾ യാത്രക്കാർക്ക് പറഞ്ഞുകൊടുത്ത് പുറകോട്ട് തിരിഞ്ഞ് റിക്ഷ വലിച്ചുകൊണ്ടു പോകുന്നു. ഞങ്ങൾ വന്ന വഴിയല്ല, വേറെ വഴിയെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. പാതയുടെ മുകളിൽ പന്തലിട്ടിരിക്കുന്നു. അതുകൊണ്ട് വെയിൽ കൊള്ളാതെ നടക്കാം. വലിയൊരു സ്ട്രീറ്റാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ്. പ്രധാനമായും പലഹാരങ്ങളാണ് വിൽക്കുന്നത്. അതിൻ്റെ വലിയ കടകളുണ്ട്. ഗംഭീര ഷോറൂമുകൾ എന്ന് പറയാം. പല പല പലഹാരങ്ങൾ, കുക്കികൾ, കേക്കുകൾ, സാൻഡ്വിച്ച്, ബിസ്ക്കറ്റുകൾ എന്നിങ്ങനെ പലതുമുണ്ട്. പലഹാരങ്ങൾ തത്സമയം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ഒരു പ്രത്യേകതരം വിഭവം ഇവിടെ നിരത്തി വച്ചിരിക്കുന്നു. മാത്രമല്ല അതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് കടയ്ക്കകത്ത് കയറി ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അവർ അനുവദിച്ചു. ഇതാണ് പലഹാരമുണ്ടാക്കുന്ന മെഷീൻ. ഒരു പ്രത്യേകതരം കേക്കാണ് ഉണ്ടാക്കുന്നത്. മോമിജി മഞ്ജു എന്നാണ് അതിൻ്റെ പേര്. ആദ്യം മാവ് ഒരു ഡൈക്കകത്തേക്ക് വീഴുന്നു. അതിൻ്റെ മുകളിലേക്ക് മധുരമുള്ള ബീൻ പേസ്റ്റ് വന്നു വീഴുന്നു. തുടർന്ന് രണ്ടാമത്തെ ലെയർ വീഴുന്നു. അത് കഴിഞ്ഞ് അത് മടങ്ങുന്നു, വേവുന്നു. ആദ്യം മാവ് വീഴുന്നതിന് മുൻപ് തന്നെ ഒരു ബ്രഷ് കൊണ്ട് ഡൈയിൽ എണ്ണ പുരട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് മാവ് വീഴുന്നത്. തുടർന്നത് അടുപ്പിന് മുകളിൽ കൂടി ഓടി ഇപ്പുറം വരുമ്പോഴേക്കും വെന്തിരിക്കും. മോമിജി മഞ്ജു ഒരു കൺവെയർ ബെൽറ്റിലേക്ക് ചെന്ന് കയറുന്നു. അവിടെ നിന്ന് അത് പാക്ക് ചെയ്യുകയാണ്. ഇത് പാക്കിംഗ് മെഷീനാണ്. ഫ്യൂജി കമ്പനി നിർമ്മിച്ച കമ്പ്യൂട്ടറൈസ്ഡ് പാക്കിംഗ് മെഷീൻ. അതിൽ വെച്ച് ഓരോ കേക്കും ഒരു പ്ലാസ്റ്റിക് കൂടിനകത്താകുന്നു. അവിടെ ഒരു അപ്പൂപ്പനിരുന്ന്
വരുന്ന കേക്കുകൾ ഒരു പെട്ടിയിൽ അടുക്കി വെക്കുന്നുണ്ട്. ഈ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇന്നത്തെ ദിവസം ഇവിടെ കച്ചവടം ചെയ്തു പോകുന്നതാണ്. ഉണ്ടാക്കുന്നത് അന്നന്ന് വിറ്റുപോകുന്നു. ഒരു വശത്ത് അതിന്റെ കച്ചവടം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ട്രീറ്റിൽ പോലും എന്തെല്ലാം ബിസിനസ്സുകളാണ് നടക്കുന്നതെന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ചില കടകളിൽ കലാകാരന്മാരും കലാകാരികളുമൊക്കെ ഇരിപ്പുണ്ട്. കീചെയിനിലും മറ്റും നമ്മുടെ പേരൊക്കെ എഴുതിത്തരും. വേറൊരാൾ ഇവിടെ ഇരുന്ന് കാരിക്കേച്ചർ വരയ്ക്കുകയാണ്. അങ്ങനെ ധാരാളം കലാകാരന്മാരും കച്ചവടക്കാരുമെല്ലാമുണ്ട് ഈ സ്ട്രീറ്റിൽ. ഒരു 11:30-12 മണിയൊക്കെയാകും ഇവിടെ ഏറ്റവും സജീവമാകാൻ. കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നടന്നു. ഫെറി ടെർമിനലിലേക്കാണ് നടക്കുന്നത്. എന്റെ സംഘത്തിലെ ആരെയും ഇവിടെയൊന്നും കാണുന്നില്ല. ഞാൻ ആ തെരുവിലൂടെ സഞ്ചാരം തുടർന്നു.